ടു സെറ. സെറയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി കോംപ്ലിമെന്ററി മാത്സ് ഫോർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 4th സെമസ്റ്റർ ആണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് യൂണിറ്റ് സൊല്യൂഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഹീറ്റ് ഇക്വേഷൻസ് ആൻഡ് വേവ് ഇക്വേഷൻസ്. സോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ്. സോ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ that involves two or more independent variable and one unknown function or dependent variable. അതായത് നമ്മൾക്ക് രണ്ടോ അതിലധികമോ ഇൻഡിപെൻഡന്റ് വേരിയബിളും അതിന് ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ യു ഓഫ് എക്സ് വൈ. നമ്മൾ യു ഓഫ് എക്സ് വൈ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സും വൈ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് ആൻഡ് യു എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ഓൺ എക്സ് ആൻഡ് വൈ. സോ നമ്മൾക്ക് എന്തുണ്ടാവും, യു എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് ആണ്, എക്സ് ആൻഡ് വൈ. ഇനി നമ്മൾക്ക് ഇതിനെ യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കാം, അതുപോലെ തന്നെ യു വിത്ത് റെസ്പെക്ട് ടു വൈ ഡെറിവേറ്റീവ് എടുക്കാം. സോ നമ്മൾ ഇങ്ങനെ ഒരു വേരിയബിൾ വെച്ചിട്ട് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് സെക്കൻഡ് വേരിയബിൾ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ അതിനെയാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. സോ ഇക്വേഷൻ ഇൻവോൾവിംഗ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഈസ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. സോ നമ്മളിവിടെ പ്രധാനമായിട്ടും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ് പഠിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഹീറ്റ് ഇക്വേഷനും വേവ് ഇക്വേഷനും ആണ്. നെക്സ്റ്റ് പോയിന്റ്, the order of partial differential equation is the order of highest derivative involved. നമ്മൾ OD-യിൽ പഠിച്ച സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഓർഡർ ഓഫ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓർഡർ ഓഫ് ഹയസ്റ്റ് ഡെറിവേറ്റീവ്. നെക്സ്റ്റ് സൊല്യൂഷൻ. സെയിം നമ്മൾ OD-യിൽ പഠിച്ച പോലെ തന്നെ സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ സാറ്റിസ്ഫൈങ് ദാറ്റ് ഇക്വേഷൻ. നമ്മളുടെ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാവും. ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയാ, സൊല്യൂഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഷോ ദാറ്റ് യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. സോ നമ്മുടെ ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട് യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. നമുക്ക് എന്ത് പറയാം, യു ഈസ് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ഈസ് എ സൊല്യൂഷൻ ഓഫ് ടു ഡയമെൻഷണൽ ലാപ്ലേസ് ഇക്വേഷൻ. സോ നമുക്ക് കാണിക്കേണ്ടത് ഈ യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 2D ലാപ്ലേസ് ഇക്വേഷൻ സൊല്യൂഷൻ ആണെന്നാണ് കാണിക്കേണ്ടത്. സോ എന്താണ് 2D ലാപ്ലേസ് ഇക്വേഷൻ? യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0. ഇതാണ് 2D ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് കാണിക്കേണ്ടത് യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ നമ്മുടെ ലാപ്ലേസ് ഇക്വേഷൻ, അതായത് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണെന്നാണ് കാണിക്കേണ്ടത്. സോ നമ്മൾക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മൾ അതിന് വേണ്ടി ഇത് ചെയ്താൽ മതി, നമ്മുടെ ഫംഗ്ഷൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. സോ നമ്മുടെ യു എന്ന് പറയുന്നത് യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. നമുക്ക് ഇക്വേഷൻ നോക്കിയാൽ അറിയാം, ഇക്വേഷനിൽ നമുക്ക് വേണ്ടത് യു എക്സ് എക്സ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ യു വൈ വൈ കണ്ടുപിടിക്കണം. സോ യു എക്സ് കണ്ടുപിടിക്കാം. യു എക്സ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? വി ആർ ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്. സോ വിത്ത് റെസ്പെക്ട് നമ്മൾ എക്സ് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് അവിടെ വൈ കോൺസ്റ്റന്റ് ആണ്. സോ നമ്മളുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 2x ആണ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ ഇവിടെ y എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഇവിടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് മൈനസ് വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 0 ആണ് കിട്ടുക. കാരണം നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സും നമ്മുടെ ടേം എന്ന് പറയുന്നത് വൈ സ്ക്വയർ ആണ്. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് y ട്രീറ്റഡ് ആസ് എ കോൺസ്റ്റന്റ്. സോ സെക്കൻഡ് ടേം കോൺസ്റ്റന്റ് ആണ്. സോ സെക്കൻഡ് ടേം നമുക്ക് 0 കിട്ടും. നെക്സ്റ്റ് നമ്മൾ യു എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമുക്ക് വേണ്ടത് യു എക്സ് എക്സ് ആണ്. സോ യു എക്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുന്നു. സോ യു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട് യു എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. സോ ഡെറിവേറ്റീവ് ഓഫ് 2x വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ ഇതാണ് യു എക്സ് എക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് യു വൈ. യു വൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ യു ഉണ്ട്. സോ യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. സോ ഈ വൈ കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നമ്മൾ എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സോ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു വൈ 0 ആയിരിക്കും. മൈനസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് വൈ സ്ക്വയർ ആണ്. സോ വൈ സ്ക്വയർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 2y. സോ യു വൈ ഈക്വൽ ടു മൈനസ് 2y. നമ്മൾക്ക് വേണ്ടത് യു വൈ വൈ. സോ യു വൈ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ.
സോ നമുക്കറിയാം uy എന്ന് പറയുന്നത് -2y ആണ്. സോ -2y ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുമ്പോഴേക്ക് -2 വരും. കാരണം -2 ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുന്ന സമയത്ത് -2 കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കാം. ബാക്കി നമുക്കുള്ളത് എന്താണ്? y ആണ്. സോ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുന്നത് 1 ആണ്. സോ uyy എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? -2 കിട്ടും. സോ നമ്മൾ uxx കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ uyy കണ്ടുപിടിച്ചു. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. uxx പ്ലസ് uyy ഈക്വൽ ടു നമ്മുടെ uxx എന്ന് പറഞ്ഞാൽ 2 ആണ്, പ്ലസ് uyy എന്ന് പറഞ്ഞാൽ -2 ആണ്. 2 പ്ലസ് -2 വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മളുടെ ഇക്വേഷൻ u എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് uxx പ്ലസ് uyy ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 0 കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? u ഈക്വൽ ടു x² - y² ഈസ് എ സൊല്യൂഷൻ ഓഫ് uxx പ്ലസ് uyy ഈക്വൽ ടു 0 എന്ന് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, ഫണ്ടമെന്റൽ തിയറം ഫോർ ലീനിയർ ഹോമോജീനിയസ് PDE. ഫണ്ടമെന്റൽ തിയറം ഫോർ ലീനിയർ ഹോമോജീനിയസ് PDE. സോ ഇവിടെ നമ്മൾ രണ്ട് സൊല്യൂഷൻസ് എടുക്കാം, u1 ആൻഡ് u2. സോ നമ്മൾക്ക് രണ്ട് സൊല്യൂഷൻ u1 ആൻഡ് u2 എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻ ആണ്, ഒരു PDEയുടെ രണ്ട് സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എഗെയിൻ ഒരു സൊല്യൂഷൻ ആകുമെന്നാണ് ഈ തിയറം പറയുന്നത്. അതായത് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രണ്ട് സൊല്യൂഷൻ ആണ് u1 ഉം u2 എങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ c1u1 പ്ലസ് c2u2 എന്ന് പറയുന്നത് എഗെയിൻ ഒരു സൊല്യൂഷൻ ആയിരിക്കും. അതായത് നമ്മൾ ഇതിനെ u എന്ന് എടുത്തു കഴിഞ്ഞാൽ u എന്ന് പറയുന്നത് എഗെയിൻ ആ PDEയുടെ സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഫണ്ടമെന്റൽ തിയറം ഫോർ ലീനിയർ ഹോമോജീനിയസ് PDE പറയുന്നത് u1 u2 എന്ന് പറയുന്നത് ഒരു PDEയുടെ രണ്ട് സൊല്യൂഷൻസ് ആണെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? c1u1 പ്ലസ് c2u2. അത് നമ്മൾ u എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് എഗെയിൻ ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ നമുക്ക് പ്രീവിയസ് ഇയറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് u1 u2 ആർ സൊല്യൂഷൻ ഓഫ് PDE ut equal to c square uxx in some region. അതായത് നമ്മുടെ കയ്യിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട് ut equal to c square uxx. അതിന്റെ രണ്ട് സൊല്യൂഷൻ ആണ് എന്ത്? u1 ഉം u2 തന്നിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് u equal to c1u1 plus c2u2 is also a solution of the PDE. അതായത് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, അതിന്റെ രണ്ട് സൊല്യൂഷൻ ആണ് u1 ഉം u2 എങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ c1u1 പ്ലസ് c2u2 എന്ന് പറയുന്നത് എഗെയിൻ ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യം അറിയുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കാം. u1 ഉം u2 സൊല്യൂഷൻ ആണെന്ന് അറിയാം. ഏതിന്റെ? നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ut ഈക്വൽ ടു c സ്ക്വയർ uxxന്റെ സൊല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ u1 ഒരു സൊല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ u ന് പകരം u1 ഇട്ട് കൊടുത്താൽ നമുക്ക് അത് സാറ്റിസ്ഫൈ ചെയ്യും. u2 ഒരു സൊല്യൂഷൻ ആണ്. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ u ന് പകരം u2 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും? ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ u1 സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ut ഈക്വൽ ടു c സ്ക്വയർ uxx. u1 സൊല്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? u1t ഈക്വൽ ടു c സ്ക്വയർ u1xx എന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് u1 എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? u ന് പകരം u1 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും? ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ u2 ഒരു സൊല്യൂഷൻ ആണ്. സോ u2t ഈക്വൽ ടു c സ്ക്വയർ u2xx. നമ്മൾക്ക് എന്താണ് കാണിക്കേണ്ടത്? u ഒരു സൊല്യൂഷൻ ആണെന്നാണ് കാണിക്കേണ്ടത്. സോ നമ്മുടെ u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c1u1 പ്ലസ് c2u2. സോ u എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സൊല്യൂഷൻ ആണെന്ന് കാണിക്കണം. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ut ഈക്വൽ ടു c സ്ക്വയർ uxx. സോ നമുക്ക് എന്ത് കാണിച്ചാൽ മതി? u എന്ന് പറയുന്നത്, അതായത് u ഈക്വൽ ടു c1u1 പ്ലസ് c2u2 എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ ut ഈക്വൽ ടു c സ്ക്വയർ uxx സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് കാണിച്ചാൽ മതി. സോ നമ്മൾക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൺസിഡർ ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ut ആണ്. സോ ut എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? വി ആർ ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു t വിച്ച് ഇസ് ഈക്വൽ ടു നമ്മുടെ u എന്ന് പറഞ്ഞാൽ c1u1 പ്ലസ് c2u2 ആണ്. സോ ഡെറിവേറ്റീവ് ഓഫ് c1u1 പ്ലസ് c2u2 വിത്ത് റെസ്പെക്ട് ടു t. സോ നമുക്കറിയാം ഡെറിവേറ്റീവിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഡെറിവേറ്റീവിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഇവിടെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് c1 ഒരു കോൺസ്റ്റന്റ് ആണ്, c2 ഒരു കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ രണ്ട് സമ്മേഷൻ ആണ് നമുക്കുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. c1u1t പ്ലസ്
C2U2t. കാരണം എന്താണ്, നമുക്കിവിടെ ഉള്ളത് ടേക്കിംഗ് ഡെറിവേറ്റീവ് ഓഫ് സം ഓഫ് ടു ഫംഗ്ഷൻസ്. സോ നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് സം ഓഫ് ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഡെറിവേറ്റീവ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടേം പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടേം എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഫസ്റ്റ് ടേമിൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, സെക്കൻഡ് ടേമിലും കോൺസ്റ്റന്റ് ഉണ്ട്. നമ്മൾക്കറിയാം കോൺസ്റ്റന്റിനെ ഡെറിവേറ്റീവ് പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. സോ നമുക്ക് കിട്ടുക C1 ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് U1 വിത്ത് റെസ്പെക്ട് ടു t പ്ലസ് C2 ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് U2 വിത്ത് റെസ്പെക്ട് ടു t. സോ നമുക്ക് എന്ത് കിട്ടി, ut ഈക്വൽ ടു C1 U1t പ്ലസ് C2 U2t എന്ന് കിട്ടും. സോ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, U1ഉം U2 സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ U1ഉം U2ഉം നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ നമുക്ക് U1t എന്ന് പറയുന്നത് എന്താണ്, C² U1xx ആണ്. സോ നമുക്കത് റീപ്ലേസ് ചെയ്യാം. C1 U1t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C² U1xx പ്ലസ് C2 U2t എന്ന് പറയുന്നത് എന്താണ്, C² U2xx ആണ്. സോ C² U2xx. സോ നമുക്ക് ഇവിടുന്ന് രണ്ട് ടേമിൽ നമുക്ക് കോമൺ ആയിട്ട് എന്തുണ്ട്, C² ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, C² പുറത്തെടുക്കാം. സോ C² ഇൻറ്റു C1 U1xx പ്ലസ് C2 U2xx വിച്ച് ഈസ് ഈക്വൽ ടു C². നോക്കാം, നമ്മൾക്ക് ബ്രാക്കറ്റിനുള്ളിൽ ടേം എന്ന് പറയുന്നത് C1 U1xx പ്ലസ് C2 U2xx ആണ്. സോ നമുക്ക് അതിന് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, C1 U1 പ്ലസ് C2 U2xx എന്ന് എഴുതാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ്, കാരണം ആക്ച്വലി നമ്മളിവിടെ എടുക്കുന്നത് ഡെറിവേറ്റീവ് ആണ്. സോ ഡെറിവേറ്റീവിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾക്കറിയാം ഡെറിവേറ്റീവ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ റിവേഴ്സ് പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെറിവേറ്റീവ് കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. സോ നമുക്ക് എന്ത് കിട്ടും, C1 U1 പ്ലസ് C2 U2xx എന്ന് കിട്ടും. സോ നമുക്കറിയാം C1 U1 പ്ലസ് C2 U2 എന്ന് പറയുന്നത് നമ്മുടെ U ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു C² UXX. സോ നമുക്ക് എന്ത് കിട്ടി, നമ്മുടെ കയ്യിൽ ഇപ്പം കിട്ടി ut ഈക്വൽ ടു C² UXX വേർ U ഈക്വൽ ടു C1 U1 പ്ലസ് C2 U2. അപ്പൊ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, U1ഉം U2ഉം രണ്ട് സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എഗെയിൻ ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഇത് പ്രീവിയസ് ഇയറിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് തിയറം, ഇഫ് U ഈക്വൽ ടു U ഓഫ് XY, അതായത് U എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് X ആൻഡ് Y എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡോ സ്ക്വയർ U ബൈ ഡോ എക്സ് ഡോ വൈ ഈക്വൽ ടു ഡോ സ്ക്വയർ U ബൈ ഡോ വൈ ഡോ എക്സ്. അതായത് നമ്മൾ യുവിനെ വിത്ത് റെസ്പെക്ട് ടു y പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു, അതിനുശേഷം വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. അതായത് UXY ഈക്വൽ ടു UYX ആയിരിക്കും. അതായത് നമുക്ക് ഡോ സ്ക്വയർ U ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഡോ സ്ക്വയർ U ബൈ ഡോ എക്സ് ഡോ വൈ ആയിരിക്കും. ഇതൊരു തിയർ ആണ്. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. സോൾവ് UXX പ്ലസ് 4U ഈക്വൽ ടു 0. ഓക്കെ, സോ നമ്മുടെ കയ്യിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് UXX പ്ലസ് 4U ഈക്വൽ ടു 0 ആണ്. ഇവിടെ U എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് X ആൻഡ് Y ആണ്. സോ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് U കണ്ടുപിടിക്കണം. സോ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് U ഓഫ് XY എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ UXX മാത്രമേ ഉള്ളൂ, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു X മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അതായത് നമ്മുടെ UXX എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ്, U എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് X ആൻഡ് Y ആണ്, പക്ഷെ നമ്മൾ എടുക്കുന്ന ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു X മാത്രമാണ്. സോ നമുക്ക് എന്ത് വിചാരിക്കാം, ഈ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന് പകരം ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓക്സിലറി ഇക്വേഷൻ എന്തായിരിക്കും, ലാംഡ സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0. നമുക്കറിയാം ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ എഴുതാൻ നമുക്കറിയാം. സോ നമ്മളിത് ഈ ഒരു PDE OD ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ പ്ലസ് 4 ഈക്വൽ 0 ആയിരിക്കും. സോ ലാംഡ സ്ക്വയർ ഈക്വൽ ടു -4, ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് I2. സോ നമുക്ക് എന്ത് കിട്ടി, ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് I2 എന്ന് കിട്ടി. സോ നമ്മൾ ODയിൽ പഠിച്ചിട്ടുണ്ട്, അതായത് ലാംഡ ഈക്വൽ ടു P പ്ലസ് ഓർ മൈനസ് IQ ആണെങ്കിൽ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് e റൈസ് ടു px കോസ് qx ഉം അതുപോലെ തന്നെ e റൈസ് ടു px സൈൻ qx നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മുടെ ലാംഡ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് I2 ആണ്.
അതായത് P = 0, Q = 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻസ് എന്ന് പറയുന്നത് cos 2x അതുപോലെ തന്നെ sin 2x ആയിരിക്കും കിട്ടുക. സോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? സൊല്യൂഷൻ എന്ന് പറയുന്നത് U = A cos 2x പ്ലസ് B sin 2x എന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് cos 2x sin 2x ആണ്. സോ നമ്മൾക്കറിയാം രണ്ട് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ A × cos 2x പ്ലസ് B × sin 2x എന്ന് പറയുന്നത് എന്തായിരിക്കും? എഗൈൻ ഒരു സൊല്യൂഷൻ ആയിരിക്കും. സോ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് യുലാണ് ഉള്ളത്. സോ U = A cos 2x പ്ലസ് B sin 2x എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി നോക്കാം, നമ്മളെ UX ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. അതായത് നമ്മൾ എടുക്കുന്ന ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എടുക്കുന്ന സമയത്ത് അവിടെ y എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് A എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? നമ്മുടെ A എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് അതിന് സം ഫംഗ്ഷൻ ഓഫ് y എന്ന് എഴുതാൻ വേണ്ടി പറ്റും. കാരണം എന്താണ്? A കോൺസ്റ്റന്റ് ആണ്, y കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? A = സം ഫംഗ്ഷൻ ഓഫ് y. സോ f of y cos 2x പ്ലസ് B നമുക്ക് സം അതർ ഫംഗ്ഷൻ g of y sin 2x എന്ന് പറയാൻ വേണ്ടി പറ്റും. സോ ഇതാണ് സൊല്യൂഷൻ U = f of y cos 2x പ്ലസ് g of y sin 2x. ഇതുപോലെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് u y പ്ലസ് 4u = 0. സോ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരുന്നു. ഇവിടെ നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സോ നമുക്ക് സെയിം മാനർ സോൾവ് ചെയ്യാം. അതായത് നമ്മൾ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ മാത്രമേ എടുക്കുന്നുള്ളൂ. സോ നമുക്ക് ഇതിനെ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് λ² + 4 = 0 ആയിരിക്കും. സോ സെയിം λ² = -4, λ = ±i2. സോ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? cos 2y sin 2y ആയിരിക്കും. കാരണം എന്താണ്? നമ്മളുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് uy ആണുള്ളത്. സോ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു y ആണ്. സോ നേരത്തെ പ്രോബ്ലംസിൽ നോക്കാം. നേരത്തെ പ്രോബ്ലം നമുക്ക് എന്താണ് ഉണ്ടായത്? cos 2x sin 2x ആണ്. ഇവിടെ നമുക്കുള്ളത് uy ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വരും? U = A cos 2y പ്ലസ് B sin 2y എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി എയും ബിയും കോൺസ്റ്റന്റ് ആണ്. നമ്മൾ എടുക്കുന്ന ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു y ആണ്. സോ ഇവിടെ x കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എക്ക് പകരം സം f of x cos 2y പ്ലസ് g of x sin 2y എന്ന് പറയാം. സോ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് U = അതായത് U എന്ന് പറയുന്നത് എന്താണ്? U of xy. U is a function of x and y. So U of xy = f of x cos 2y plus g of x sin 2y ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ് uxx minus 4 = 0. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? uxx minus 4 നമുക്ക് uxx = 4 എന്ന് എഴുതാം. ഇനി നോക്കാം, റൈറ്റ് സൈഡിൽ നമുക്ക് ആകെയുള്ളത് ഒരു കോൺസ്റ്റന്റ് ആണ്. ലെഫ്റ്റ് സൈഡിൽ ഡെറിവേറ്റീവ് ഓഫ് u വിത്ത് റെസ്പെക്ട് ടു എക്സ് 2 ടൈംസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആ ഡെറിവേറ്റീവ് നമുക്ക് u ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആ ഡെറിവേറ്റീവ് പോകണം. സോ ഡെറിവേറ്റീവ് അവിടെ നിന്ന് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ലെഫ്റ്റ് സൈഡിൽ uxx ആണ് ഉള്ളത്. സോ രണ്ട് തവണ നമ്മൾ അവിടെ എക്സ് വെച്ചിട്ട് ഡെറിവേറ്റീവ് എടുക്കുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡിലും എക്സ് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ലെഫ്റ്റ് സൈഡ് നമുക്ക് എന്ത് കിട്ടും? ux കിട്ടും. റൈറ്റ് സൈഡിൽ 4x കിട്ടും. കാരണം എന്താണ്? റൈറ്റ് സൈഡിൽ നമുക്ക് ശരിക്കും വരാം ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാം 4 ടൈംസ് ഇന്റഗ്രൽ dx ആണ് വരാം. കാരണം എന്താണ്? 4 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇന്റഗ്രേഷനെ പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. സോ 4x എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? ux = 4x. നമുക്കറിയാം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ഒരു പ്ലസ് കോൺസ്റ്റന്റും കൂടി വരും. സോ 4x പ്ലസ് ഒരു കോൺസ്റ്റന്റും കൂടി വരും. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് f of y ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ എടുത്ത ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണ്. uxx എന്ന് പറയുന്ന സമയത്ത് അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു x ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു x പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് y എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് കോൺസ്റ്റന്റ് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? കോൺസ്റ്റന്റിനെ f of y എന്ന് എഴുതാൻ വേണ്ടി പറ്റും. സോ നമുക്ക് എന്ത് കിട്ടി? ux = 4x പ്ലസ് f of y എന്ന് കിട്ടി. എഗെയിൻ ലെഫ്റ്റ് സൈഡ് നോക്കാം. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ux ആണ്. നമുക്ക് അവിടുന്ന് u ആണ് കിട്ടേണ്ടത്. സോ ഒന്നും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ux നെ ഒന്നും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം? u കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു. ഇനി റൈറ്റ് സൈഡിലേക്ക് പോകാം. റൈറ്റ് സൈഡിൽ 4x
4x plus f of y. ഇത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം എന്താണ്? 4x ആണ്. 4 കോൺസ്റ്റന്റ് ആണ്. 4 നമ്മൾ പുറത്തെടുക്കുന്നു. ബാക്കി വരാം ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ആണ്. സോ നമുക്കറിയാം ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 ആണ്. സോ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് ഇന്റഗ്രൽ എഫ് ഓഫ് വൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് സെക്കൻഡ് ടേം നോക്കാം. ഇന്റഗ്രൽ എഫ് ഓഫ് വൈ ഡി എക്സ് ആണ്. സോ നമുക്കറിയാം ഈ എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിനെ ഇന്റഗ്രേഷൻ പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. സോ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് വൈ ഇന്റഗ്രൽ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് എഫ് ഓഫ് വൈ എക്സ്. സോ നമ്മൾ അഗെയിൻ ഇവിടെ നമ്മൾ വീണ്ടും ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്ലസ് കോൺസ്റ്റന്റ് നമുക്ക് വരും. സോ അവസാനം ഒരു പ്ലസ് കോൺസ്റ്റന്റ് നമുക്ക് വരും. സോ നമുക്ക് ആ ഒരു കോൺസ്റ്റന്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ജി ഓഫ് വൈ എന്ന് റെപ്രസെന്റ് ചെയ്യാം. എന്തുകൊണ്ടാണ്? അഗെയിൻ അറ്റ് ദ സെയിം റീസൺ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ വൈ അവിടെ കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് ആ കോൺസ്റ്റന്റിനെ ജി ഓഫ് വൈ എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ ഇതാണ് സൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് യു എക്സ് വൈ ഈക്വൽ ടു യു എക്സ്. സോ ഇത് നമ്മൾ ചെറിയ ഒരു മാറ്റം ഉണ്ട് ചെയ്യാൻ. അതായത് നമ്മളിവിടെ യു എക്സ് നമ്മൾ തൽക്കാലം പി എന്ന് വിളിക്കാം. സോ യു എക്സ് ഈക്വൽ ടു പി. സോ നമ്മുടെ ഇക്വേഷൻ നോക്കാം. യു എക്സ് വൈ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? പി വൈ. സോ പി വൈ ഈക്വൽ ടു പി എന്ന് കിട്ടും. ഇനി പി എ നമുക്ക് അറിയാം പി വൈ ഈക്വൽ ടു പി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ മാത്രമേ എടുക്കുന്നുള്ളൂ. സോ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഡി പി ബൈ ഡി വൈ ഈക്വൽ ടു പി. സോ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ അറിയാം. വേരിയബിൾ സെപ്പറബിൾ ഫോം ഡി പി ബൈ പി ഈക്വൽ ടു ഡി വൈ. സോ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? 1/p ഇന്റഗ്രൽ ആണ് നമ്മൾ എടുക്കുന്നത്. സോ 1/p ഡി പി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ലോഗ് പി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കിട്ടുക ഇന്റഗ്രൽ ഡി വൈ ആണ്. സോ ഇന്റഗ്രൽ ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ പ്ലസ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ പി വൈ ഈക്വൽ ടു പി ആണ്. സോ നമ്മൾ അവിടെ എടുക്കുന്ന ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സോ എക്സ് കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് കോൺസ്റ്റന്റ് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ വേണ്ടി പറ്റും. സോ ലോഗ് പി ഈക്വൽ ടു വൈ പ്ലസ് എഫ് ഓഫ് എക്സ്. സോ രണ്ട് സൈഡിലും എക്സ്പോണൻഷ്യൽ എടുക്കാം. സോ പി ഈക്വൽ ടു ഇ റേസ് ടു വൈ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. സോ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇ ഓഫ് വൈ ഇൻറ്റു ഇ റേസ് ടു വൈ ഇൻറ്റു ഇ റേസ് ടു എഫ് ഓഫ് എക്സ്. ഇ റേസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഗൈൻ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. സോ നമുക്കതിനെ എഫ് ഓഫ് എക്സ് എന്ന് തന്നെ ഡിനോട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ. സോ നമുക്ക് എന്ത് കിട്ടി? പി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ എന്ന് കിട്ടി. പി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ. ഇനി നമ്മുടെ പി എന്താണ്? പി എന്ന് പറയുന്നത് യു എക്സ് ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. യു എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇ റേസ് ടു വൈ. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് യു എക്സ് ആണ്. സോ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് സൈഡ് അതുപോലെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ നമുക്ക് എന്ത് കിട്ടും? യു ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഇ റേസ് ടു വൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു നോക്കാം. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. സോ ഇ റേസ് ടു വൈ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ അത് നമുക്ക് ഇന്റഗ്രേഷനെ പുറത്തെടുക്കാം. ഇ റേസ് ടു വൈ ഇൻറ്റു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് വൈ. എന്തുകൊണ്ടാണ് ജി ഓഫ് വൈ? കാരണം നമ്മുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് എക്സ് ആയിരുന്നു. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആവുന്ന സമയത്ത് വൈ ആണ് കോൺസ്റ്റന്റ്. സോ നമ്മൾ കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് ജി ഓഫ് വൈ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. സോ ഇതാണ് സൊല്യൂഷൻ. യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഇ റേസ് ടു വൈ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ജി ഓഫ് വൈ.